മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. ഈ പറയുന്ന ന്യൂട്രീഷൻ ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെയാണ് അൾട്രാബെറിയുടെ ഒരു പ്രാധാന്യം വരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ പോലും ഈ പറയുന്ന പോലെ പച്ചക്കറികൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പോഷകമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. പാക്കറ്റ് ഫുഡിനെ ആശ്രയിച്ചാണ് ഇന്ന് പല ആൾക്കാരും ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അൾട്രാബെറി എന്താണ്, അതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള മിനറൽസ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനും നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് നമുക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിലേതാണ്ട് 23ഓളം ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൽഡർ ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. കാൻബെറി എന്ന് പറയുന്ന ഒരു ബെറി ഉണ്ട്, അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. സ്ട്രോബെറി ഉണ്ട്, അതിന്റെ പൗഡർ ഫോം ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗോജി ബെറിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, മൾബറിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, കിവിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രീൻ ആപ്പിളിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, മോങ്കിസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, സീബക്തോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, നോനിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, സോ പാൽമെറ്റോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ബ്ലാക്ക് കറന്റിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അത് അങ്ങനെ ഏതാണ്ട് 13-14ഓളം ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഈ പറയുന്ന ബെറിയിൽ, ഈ പറയുന്ന അൾട്രാ ബെറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അലോവേറയുടെ പൾപ്പാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രേപ്പ് സീഡിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, മൊറിംഗോ ലീഫിന്റെ പൗഡർ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, വീറ്റ് ഗ്രാസിന്റെ പൗഡർ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്രൂട്ട് എന്ന് പറയുന്ന ഒരു കായയുടെ പൗഡർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സിനമന്റെ പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്, ഈ കറുകപ്പട്ട എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ സഫേദ് മുസ്ലിയുടെ പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അശ്വഗന്ധ എന്ന് പറയുന്ന ഇതിന്റെയും പൗഡറാണ് നമ്മൾ ആഡ് ചെയ്തത്. അതിൽ ഈ സഫേദ് മുസ്ലിം അശ്വഗന്ധയും ഹെർബ്സിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഏതാണ്ട് 23 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ പറയുന്ന അൾട്രാബെറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ അൾട്രാബെറിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഒന്നാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ആൽക്കലി ഫുഡ് കഴിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആന്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾക്ക് അത് ധാരാളം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആന്റി ഓക്സിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അൾട്രാബെറി ഒരു പവർ ഹൗസ് ആണ്, ആന്റി ഓക്സിഡന്റ് ഒരു പവർ ഹൗസ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അത് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഇപ്പൊ സ്ത്രീകളൊക്കെ ഉരുളക്കിഴങ്ങ് അടുക്കളയിൽ നന്നാക്കുമ്പോൾ അത് നന്നാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. കാരണം എന്താണ്, അത് വെള്ളത്തിലിട്ട് വെച്ചില്ലെന്നാണെങ്കിൽ അതിന്റെ ഒരു ബ്രൗൺ കളർ ആയിട്ട് മാറും. അതൊരു ഓക്സിഡേഷൻ ആണത്. അത് എയർ ആയിട്ട് ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വെള്ളത്തിലിട്ട് വെക്കും. അതുപോലെ തന്നെ വഴുതനങ്ങ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. അതുപോലെ ആപ്പിൾ മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ബ്രൗൺ കളർ ആയി പോകും. അതിനാണ് ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ ഓക്സിഡേഷനെ തടയാനായിട്ട് ആന്റി ഓക്സിഡൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആന്റി ഓക്സിഡൻസ് കഴിച്ചേ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇതുപോലെയുള്ള ബെറികൾക്ക് ഒറാക്ക് വാല്യൂ വളരെ കൂടുതലാണ്. ഇതിൽ 6-7ഓളം ബെറികൾ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒറാക്ക് വാല്യൂ വളരെ കൂടുതലുള്ള ഫ്രൂട്ട്സ് ആണ് ഈ ബെറികൾ എന്ന് പറയുന്നത്. കിങ് ഓഫ് ഒറാക്ക് വാല്യൂ എന്നാണ് ബെറീസിന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒറാക്ക് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്, ഹാംഫുൾ മോളിക്യൂൾസ് ആണ് ഇത്. അത് നമ്മുടെ സെല്ലിനെയും ടിഷ്യൂസിനെയൊക്കെ ഡാമേജ് ചെയ്യാൻ സാധ്യതകളാണ്. അത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺസ്റ്റേബിൾ മോളിക്യൂൾ വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതാണ് ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് ഇത് ഹാംഫുൾ ആയിട്ട് നമുക്ക് മാറുന്നതും. ഇതിനെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റിനെ, ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ഇലക്ട്രോൺ പാസ് ചെയ്തുകൊണ്ട് അതിലേക്ക് കൊടുത്തുകൊണ്ട് അതിനെ സ്റ്റേബിൾ ചെയ്യാൻ, അൺസ്റ്റേബിൾ എന്ന ഇതിൽ നിന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള ശരീരങ്ങളിലാണ്, ഈ ഫ്രീ റാഡിക്കൽസ് ഉള്ള ശരീരങ്ങളിലാണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പൊ അൾട്രാബെറി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒറാക്ക് വാല്യൂ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന അൾട്രാബെറി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കൂല, പക്ഷെ കോമൺ ആയിട്ട് ഞാൻ എല്ലാ ഗുണങ്ങളെയും പറഞ്ഞ് പോണേണ്. ഓരോ ഫ്രൂട്ടും എടുത്ത് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഈ ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അൾട്രാബെറി എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ബ്രെയിനിനെ ഫോക്കസ് ചെയ്യാനും നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും അലർട്ട്നെസ് വർദ്ധിപ്പിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് പല കുട്ടികളും
രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരം അവർ മറന്നു, അല്ലെങ്കിൽ രാത്രി പഠിക്കുന്ന കാര്യങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അവർ മറന്നു പോകുന്നു. കാരണം അവർക്ക് മെമ്മറിയുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളുടെ അൾട്രാബെറി കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ചില കുട്ടികൾ വളരെ എന്താ പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർ എപ്പോഴും ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. അവർ ഓടിച്ചാടി ആകെ ബഹളമായിരിക്കുള്ളൂ വീട്ടിൽ. ഈ ഹൈപ്പർ ആക്റ്റീവ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസോർഡറാണ്, ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഡിസോർഡറാണ്. ഇത്രയും ഫ്രൂട്ട്സ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അൾട്രാബെറി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഒപ്റ്റിമം ലെവലിലേക്ക് ആ പറയുന്ന ആ ഹൈപ്പർ ആക്റ്റീവ്നെസ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ ഒന്നും മിണ്ടാണ്ട് ഒരു മൂലക്ക് വെറുതെ കുത്തിയിരിക്കുന്നതും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് ഒരു മിഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനും അവരെ നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ മെമ്മറി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും അലേർട്ട്നെസ് വർദ്ധിപ്പിക്കാനും, അത് മുതിർന്നവർക്കാണെങ്കിലും ഇതേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മുതിർന്നവരിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ സ്ട്രെസ് മാനേജ്മെന്റ് നടക്കും നമ്മൾ ഈ സംഭവം കുടിക്കുമ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ ഈ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കാത്തത് കൊണ്ട് തന്നെ മെഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇത് വെള്ളത്തിൽ നിന്നൊക്കെ കിട്ടേണ്ടതാണ്, പക്ഷെ അത് വെള്ളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പൊ ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു മിനറലിന്റെ കുറവ് അവിടെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അൾട്രാബെറി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിന് വളരെ നല്ലതായിരിക്കും. ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷന് ഈ സ്ട്രെസ് മാനേജ്മെന്റ് നടത്താനും ബ്രെയിൻ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് കൺട്രോൾഡ് ആകും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പൊ ഇവിടെ തൈറോയ്ഡ് ഇന്നറിയാം, ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ പറയുന്ന സംഭവം വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് കുറക്കാനും അതേപോലെ തന്നെ വരാതിരിക്കാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർട്ട് ഹെൽത്ത് ആണ്. റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ്, ലോവർ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, LDL. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ഈ പറയുന്ന എന്താ പറയുന്നത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ആ ഡിസീസിന്റെ ആ റിസ്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. കാരണം നമ്മൾ വൈറ്റമിൻ സി പോലെയുള്ള വൈറ്റമിൻസ് നമ്മൾ കഴിക്കാറില്ല. ഇപ്പൊ നെല്ലിക്ക, അതുപോലെ തന്നെ ഓറഞ്ച്, അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. വൈറ്റമിൻ സി അതിരാവിലെ ണം എന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത്. കാരണം ഇത് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരം ഒരിക്കലും വൈറ്റമിൻ സി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരു 3 ജീവികളിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കാത്തത്. ബാക്കി എല്ലാ ജീവികളിലും വൈറ്റമിൻ സി ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റു പല മൃഗങ്ങൾക്കും ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാത്തതിന്റെ ഒരു കാര്യം. കാരണം മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ സി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മളത് പുറത്തുനിന്ന് തന്നെ കഴിക്കണമെന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരു 2 നെല്ലിക്ക നമുക്ക് കഴിക്കാൻ സാധിച്ചാൽ വൈറ്റമിൻ സി റിച്ച് ആണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അൾട്രാബെറിയിൽ നമുക്ക് വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹാർട്ട് ഹെൽത്തിന്റെ ആ റിസ്കിനൊക്കെ അത് റിഡ്യൂസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കുറക്കും എന്നുള്ളതാണ്. കാരണം LDL പോലെയുള്ള കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് നമുക്ക് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഇത് കൺട്രോൾ ചെയ്യും. പ്രീ ഡയബറ്റിക് ഹൈ റിസ്ക് ടു ഡെവലപ്പ് ടൈപ്പ് 2. അത് ഈ ടൈപ്പ് 2 എന്ന് പറയുന്നത് ബോഡി സെൽസ് ഇൻസുലിനായിട്ട് റെസ്പോണ്ട് ചെയ്യൂല. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇൻസുലിന് കുത്തിവെച്ചിട്ടും കാര്യമില്ല, അത് റെസ്പോണ്ട് ചെയ്യൂല എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് 2 ഡയബറ്റിക് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഇതിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഈ ഡൈജസ്റ്റീവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മിനറൽസിന്റെ ഒരു റോള് വലിയൊരു ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾക്ക് വിശപ്പ് തോന്നുന്നത് ദഹനേന്ദ്രിയങ്ങൾ ആമേശത്തിൽ വരുമ്പോഴാണ്. അപ്പൊ ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇടക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഭക്ഷണത്തിന്റെ ഇടയിൽ. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദഹനേന്ദ്രിയങ്ങളെ നേരിപ്പിച്ച് കളയാനും അത് വേണ്ട രീതിയിൽ ദഹിപ്പിക്കാൻ അത് സാധിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണമെന്നും ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഈ ദഹനേന്ദ്രിയങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഹാബിറ്റാണ് നമ്മൾക്ക്, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുക. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കൂല, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കും. അപ്പൊ ഈ ദഹനേന്ദ്രിയങ്ങളെ നേരിപ്പിച്ച് കളയാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷം ഇങ്ങനെ ഒരു
എന്താ പറഞ്ഞ ഈ രീതിയിൽ ഒരു വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ആ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ ഡൈജഷന് ഇത്. അപ്പൊ ഈ ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാലും ഈ പറയുന്ന ദഹനേന്ദ്രിയങ്ങൾ ബാക്കിയുണ്ടാവും. അപ്പൊ ഇത് ആമാശയത്തിന്റെ ആ ഔട്ടർ സൈഡിൽ വന്നിട്ട് മിനറൽസ് നിന്നിട്ട് ഈ പറയുന്ന ദഹനേന്ദ്രിയങ്ങളെ ന്യൂട്രലൈസ് ചെയ്തിട്ടാണ്, ആ ആസിഡ് ഫോമിലുള്ള ദഹനേന്ദ്രിയങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നത് മിനറൽസ് ആണ്. അത് ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് കുടലിലേക്ക് വിടുന്നത്, അല്ലെങ്കിൽ അത് വളരെ ദോഷകരമായിട്ട് നമ്മൾ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ മിനറൽസിന്റെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലായില്ല ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരെ. ഇനി ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലിയിലായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ യാത്രയിലായിരിക്കും, ആ യാത്ര അവസാനിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് കത്തണ പോലെ തോന്നും. അത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവൂല. പലപ്പോഴും നമ്മൾ ഈ വിശപ്പ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഭക്ഷണം കഴിക്കുന്നത്. അത് ഡൈജസ്റ്റ് ആവൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ദഹനേന്ദ്രിയങ്ങൾ കുടലിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഇത്രയധികം ദഹനേന്ദ്രിയങ്ങൾ ഒരിക്കലും മിനറൽസിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് പുറത്ത് കുടലിലേക്ക് വിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഭക്ഷണം എത്തി അല്ലെങ്കിൽ പോഷകങ്ങൾ എത്തി എന്നുള്ള ഇതിൽ ഇത് വലിച്ചെടുക്കും. വലിച്ച് ബ്ലഡിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴായിരിക്കും ഇത് ബോഡിക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നെ ഇത് ബ്ലഡിലിട്ട് മൊത്തം ബോഡിയിലിട്ട് ഇത് കറക്കിക്കൊണ്ടിരിക്കും. മുടി കൊഴിച്ചിൽ വരെ ഈ ഒരു പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇത് മൊത്തത്തിൽ ബോഡിയിൽ കൊണ്ട് കറക്കും. പക്ഷെ ഇത് എവിടെയും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ ബ്ലഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. അവസാനം ഇത് നമ്മുടെ ഓരോ ജോയിന്റ്സിലും, എല്ലിന്റെ ഓരോ ജോയിന്റ്സിലും ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട്. അവസാനം ആ ഗ്യാപ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് ഡംപ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മുട്ടിന്റെ ഗ്യാപ്പുകളിൽ അങ്ങനെ എല്ലാ ജോയിന്റ്സിലും ഇത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യും എന്നുള്ളതാണ്. ഇതിനാണ് യൂറിക് ആസിഡ് നമ്മൾ പറയുന്നതും. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് ഈ ജോയിന്റ് പെയിൻസ്, ആർത്രൈറ്റീസ്, അതുപോലുള്ള പ്രശ്നങ്ങൾ, ആമവാദം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു കാരണമാണ്. അപ്പൊ ഭക്ഷണം നമ്മുടെ ശരീരം വിശപ്പ് അറിയിക്കുന്നത് ആ സമയത്ത് ഫുഡിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഭക്ഷണം നമ്മൾ വിശക്കുന്ന സമയത്ത് കഴിക്കുക, അല്ലാണ്ട് വിശപ്പ് മാറിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം. അതേപോലെ നമ്മൾ അൾട്രാബെറി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ എന്താ പറയുക, ഒരുപാട് ജേംസ് ഉള്ള ഒരു സറൗണ്ടിങ്ങിലാണ് നമ്മൾ, വെള്ളക്കെട്ട് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ജീവിക്കണമെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിലും പല രീതിയിലുള്ള സിക്നസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അൾട്രാബെറി കഴിക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് ബൂസ്റ്റ് ചെയ്യും. ആ രീതി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ്. പിള്ളേരെ പ്രത്യേകിച്ച് വൈറ്റമിൻസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൾട്ടി വൈറ്റമിൻ, മൾട്ടി മിനറൽസ് ഇത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് സിങ്ക്, അതേപോലെ തന്നെ സെലീനിയം എന്ന് പറയുന്ന രണ്ട് മിനറൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. കാരണം സിങ്ക് നമ്മുടെ ഈ പറയുന്ന മുരിങ്ങയിലൊക്കെ ധാരാളം സിങ്ക് ഉള്ളതാണ്. അപ്പൊ ഈ പറയുന്ന കണ്ണിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ റെറ്റിനയുടെ സെൽ മെംബ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സിങ്ക് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സെലീനിയം എന്ന് പറയുന്നത് നമ്മുടെ UV ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താ പറയുന്നത്, അതൊരു ടൈപ്പ് പിഗ്മെന്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ എ റെറ്റിനയിലെ എത്തിക്കാനായിട്ട് ഈ പറയുന്ന സെലീനിയമിനാണ് എന്ന് പറയുന്ന ആ ഒരു മിനറലിനാണ് അത് സാധിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മിനറൽസ് എല്ലാം തന്നെ നമ്മുടെ അൾട്രാബെറിയിൽ ഉള്ളതാണ്. അപ്പൊ അത് ഹൈ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത്, എനർജി, മൂഡ്, ഇംപ്രൂവ് സെക്ഷൽ ഫങ്ഷൻ. ഇതിൽ മാക്രൂട്ട്, അതേപോലെ തന്നെ സഫേദ് മുസ്ലി, പല ഫ്രൂട്ട്സിനും ഈ ഒരു കഴിവുള്ളതാണ്. നമ്മളുടെ സെക്ഷൽ എൻഹാൻസ്മെന്റ് ഇതിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ഈ പറയുന്ന പോലെ എറക്ടൈൽ ഡൈഫങ്ഷൻ ഓഫ് ലിംബിഡോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ പ്രോബ്ലംസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ, റീപ്രൊഡക്ഷൻ, സ്ത്രീകൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. മെനോപോസ് അങ്ങനെയുള്ള പീരീഡിലൊക്കെ നമ്മൾ ഇത് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെന്നാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ലോ BP ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. വുമൻസിന്റെ ഓവറോൾ വെൽനെസ്സിന് ഇത് വളരെ നല്ലതാണ് ഈ പറയുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഈ പറയുന്ന പോലെ പീരീഡ് ടൈമിലൊക്കെ ലോസ് ആവുന്നത് കൊണ്ടും അതിന്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അത് എന്താ പറയുക, ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന അൾട്രാബെറി വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഈ ബ്ലഡ് കുറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ അനീമിക് ആകുന്ന ഒരു വിഷയം വരും. അനീമിക് എന്ന് പറയുന്ന ലോ ലെവൽ ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ലോ ലെവൽ ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അത് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് ചെല്ലും. ടിഷ്യൂസിലൊന്നും ഓക്സിജൻ എത്തൂല. ഓക്സിജൻ എത്താത്ത സെല്ലുകളൊക്കെ ഡാമേജ് ആകാനും
ഫ്യൂച്ചറിൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പൊ അനീമിക്ക് ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ അൾട്രാബെറി എന്ന് പറയുന്ന സംഭവം. അതേപോലെ തന്നെ ഈ അനീമിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആസ്മ ഇല്ലാത്ത ഒരാൾക്ക് ആസ്മ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഒരു പ്രശ്നമാണ്. BP, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെൽസിന്റെ ആ ഒരു ആരോഗ്യക്കുറവിന് ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് അൾട്രാബെറി വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പവർഫുൾ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് കറുകപ്പട്ട എന്ന് പറയുന്നത്. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്, അതുപോലെ ഇൻഫെക്ഷൻ, ഇതിന് അത് വളരെയേറെ സഹായകരമാവും. ഇത് നമ്മൾ പൗഡർ ഫോമിലാണ് അൾട്രാബെറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡീജനറേറ്റീവ് ഡിസീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന അൾട്രാബെറി യൂസ് ചെയ്യണം, റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇത് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് കുടിക്കുകയും ധാരാളം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കണമെങ്കിൽ അത് ഒരിക്കലും നമ്മളുടെ വെയിറ്റ് കുറക്കൂല. കാരണം വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റിന് ഒരു കുഴപ്പമുള്ളത്, നമ്മൾ 3 നേരം ചോറാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളികൾക്കൊക്കെ കുടവയറ് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊരു 2 മണിക്കൂറിനുള്ളിൽ ദഹനം നടക്കണം. കാരണം നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ 3 നേരം ചോറ് തിന്നാൽ കുഴപ്പമില്ല, കാരണം ഇത് ദഹിച്ചു പോകും. ഇത് ദഹനം നടക്കാത്ത വരുമ്പോ, അല്ലെങ്കിൽ ഇത് ആ ഊർജം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ വയറിൽ ഫാറ്റ് വരാനും ആ വയറ് ചാടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്ത് എക്സസൈസ് ചെയ്താലും അത് മാറാത്തതിന്റെ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും 3 നേരം നമ്മൾ ചോറ് തിന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്തിട്ടും നമുക്ക് കാര്യമില്ല, കാരണം ഇത് കുറയൂല. അപ്പൊ വെയിറ്റ് ലോസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിരാവിലെയൊക്കെ നമ്മൾ ഈ പറയുന്ന അരിഭക്ഷണം കഴിക്കാതിരിക്കുക. പഴം പുഴുങ്ങിയത്, അതുപോലെ കോഴിമുട്ട അല്ലെങ്കിൽ ഓംലേറ്റ്, അതുപോലെ എന്തെങ്കിലും മധുരക്കിഴങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫുഡിലേക്ക് നമ്മൾ മാറുക. ഒരു നേരം നമ്മൾ ഈ അരിഭക്ഷണം കഴിക്കുക, സാലഡ്സ് കഴിക്കുക രാത്രികളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ഒരു ഡിസിപ്ലിൻ നമ്മൾ ആ ഒരു ഡയറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾക്ക് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് അൾട്രാബെറി ഉപയോഗിക്കുകയും നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വെയിറ്റ് ലോസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അൾട്രാബെറി കഴിക്കുമ്പോൾ നമുക്ക് ഡീടോക്സിഫിക്കേഷൻ അത് സഹായകരമാണ്. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ നമുക്ക് പുറത്തു കളയാനും, അതേപോലെ തന്നെ ടീനേജേഴ്സിൽ ഉള്ള ആക്നി എന്ന് പറയുന്ന പിമ്പിൾസ് അല്ലെ, ചില കുട്ടികളുടെ മുഖത്ത് നിറച്ച് കുരുവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഈ പറയുന്ന അൾട്രാബെറി വളരെ യൂസ്ഫുൾ ആണ്. എക്സിമ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, അതേപോലെ ഭയങ്കര ചൊറിച്ചിലുള്ള സംഭവം, അതേപോലെ തന്നെ ബംപി എന്ന് പറഞ്ഞാൽ തിണർത്തിരിക്കും. ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിണർത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനാണ് എക്സിമ എന്ന് പറയുന്നത്. ഈ പറയുന്ന അവസ്ഥയുള്ള ആൾക്കാർ നമ്മളുടെ അൾട്രാബെറി റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നല്ല. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വയറ്റിന്ന് പോക്കൊക്കെ വളരെ സുഖകരമാകും. അതേപോലെ തന്നെ ഗ്യാസ് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഈ വയറ് ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്ത് വരുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയുള്ള ആൾക്കാര് വെറും വയറ്റിൽ ഇത് കഴിക്കുമ്പോൾ ഒന്ന് നോക്കണം. നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെറും വയറ്റിൽ കഴിക്കരുത്. പ്രത്യേകിച്ച് ഈ പറയുന്ന സംഭവം, ഈ ബോൾട്ടിങ് ഉള്ള ആൾക്കാർ, ഈ വയറിങ്ങനെ വീർത്ത് വരുന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വീർത്ത് വരുന്ന ആൾക്കാർ അൾട്രാബെറി കഴിച്ചിട്ട് വയറ് വീർത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെറും വയറ്റിൽ കഴിക്കരുത്. അത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ഒരു സംഭവമാണ് അൾട്രാബെറി. അതുപോലെ തന്നെ യൂറിനറി ഫംഗ്ഷൻ, പോസ്ട്രേറ്റ് ഹെൽത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനും, ലങ്സിന്റെ ഹെൽത്ത് കറക്റ്റ് ചെയ്യാനും, മൾബറി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫ്രൂട്ട് ഉണ്ട് ഇതിനകത്ത്, ആ ഫ്രൂട്ടിന് ഇത് വളരെ കാര്യക്ഷമമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഗ്രീൻ ടീ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് തന്നെ അൽഷിമേഷ്, അതുപോലെ തന്നെ പാർക്കിൻസൺസ് പോലുള്ള അസുഖങ്ങൾ അത് വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാതിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ മുറിവുകൾ ഉണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് ഇത് വളരെ സഹായകരമാണ്. സ്കിന്നിന്റെ ഹൈഡ്രേഷന് നല്ലതാണ്. ചുളിവുകൾ വീഴാതിരിക്കാനും, UV ഡാമേജ് ഇല്ലാതിരിക്കാനും, ഓവറോൾ അപ്പിയറൻസ് വളരെ നല്ലതാണ് ഈ പറയുന്ന അൾട്രാബെറി. അതുപോലെ തന്നെ നമ്മൾ രാവിലെ വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 തുള്ളി
അൾട്രാബെറി എടുത്തിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞാൽ അങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫിക്കേഷന് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ സ്കിൻ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സീബക്തോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മുടെ ഓറൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ മോണ സംരക്ഷിക്കാനും ചില ആൾക്കാർക്ക് ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും മൗത്തിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ജോയിന്റ് പെയിൻസിന് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ആണ്. ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നാളെ മാരകമായിട്ടുള്ള ഈ രോഗം, ഈ ക്യാൻസർ പോലെ ഉള്ള മാരകമായിട്ടുള്ള രോഗം നമുക്ക് വരാതിരിക്കാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് ആരെല്ലാമാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷെ പ്രഗ്നൻസി പീരീഡിലും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കമ്പനി. ചിൽഡ്രൻ ബിലോ 10 years ഇത് കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു 5 വയസ്സ് മുതൽ ഉള്ള പിള്ളേർക്ക് ഇത് കൊടുക്കാം. കാരണം ഇത് പിള്ളേർക്ക് നമ്മൾ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു 22 വയസ്സ് വരെ. അപ്പൊ ഈ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് വൈറ്റമിൻസ്, മിനറൽസ്, അത് ന്യൂട്രീഷൻസ് വളരെ അത്യാവശ്യമാണ്. ഇന്ന് പിള്ളേര് ഈ പറയുന്ന പോലെ പാക്കറ്റ് ഫുഡിലേക്ക് പോയി കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ കുടിക്കുന്നു, ആവശ്യമില്ലാത്ത മിഠായികൾ വാങ്ങിച്ച് കഴിക്കുന്നു. ഇതെല്ലാം തന്നെ ബോഡിക്ക് വളരെ ദോഷകരമാണ്. അപ്പൊ ഒരു 10 മില്ലിയോ അല്ലെങ്കിൽ ഒരു 15 മില്ലിയോ നമ്മുടെ കുട്ടികൾക്ക് ഇത് റെഗുലറായിട്ട് നമ്മൾ കൊടുത്താൽ എന്താ പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ന്യൂട്രീഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം 14 തരം ഫ്രൂട്ട്സ് എന്താണെങ്കിലും ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൽ 23ഓളം ചേരുവകളുണ്ട്. ഒരു ദിവസം ഇത്രയും ചേരുവകൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ എത്ര രൂപ വരും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ഇതെല്ലാം നമ്മൾക്ക് എന്താ പറയുന്നത് ഒരു പാക്കഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു 10 മില്ലിയോ 15 മില്ലിയോ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാത്തിന്റെയും കൂടി ഒരു ഗുണം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. കാരണം പല കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷിയില്ല. കാരണം മണ്ണിൽ കളിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല. മാഗ്നറ്റിക് എനർജി അവർക്ക് കിട്ടുന്നില്ല, അവരുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് അല്ല, അവർക്ക് മെമ്മറി പവർ ഇല്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ രീതിയിൽ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവരൊരു റെഗുലർ കസ്റ്റമർ ആയിട്ട് മാറും. അവർ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന അൾട്രാബെറി നമുക്ക് ഓരോ വീടുകളിലും റെഗുലറാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് റെഗുലർ കസ്റ്റമർ ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ കഴിക്കേണ്ടത് ഒരു എംപ്റ്റി സ്റ്റമക്കിലാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. കഴിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസ് പ്രോബ്ലം, അതുപോലെ തന്നെ വയറ് ചാടി ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറ് വീർത്ത് വരുന്ന ആൾക്കാർ എംപ്റ്റി സ്റ്റമക്കിൽ കഴിച്ചു നോക്കുക. വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ നമുക്കത് റെഗുലറായിട്ട് അങ്ങനെ കഴിക്കാം. അതല്ല ഇത് കഴിച്ചിട്ട് നമുക്ക് വയറിന് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഒരു കാരണവശാലും വെറും വയറ്റിൽ കഴിക്കരുത്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കഴിച്ചിട്ട് കിടക്കുക. നമുക്ക് അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് ജിമ്മിൽ പോകുന്ന പിള്ളേർക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരെപ്പോഴും വളരെ ചീപ്പായിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, ഗുളിക, അതുപോലെ omega-3 ഒക്കെയാണ് വാങ്ങി കഴിക്കുന്നത്. ഇപ്പൊ നമുക്ക് പ്ലാന്റ് ബേസ്ഡ് omega-3 ഉണ്ട്. അത് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ജിമ്മിൽ പോണ പിള്ളേർക്ക് ഈ പറയുന്ന അൾട്രാബെറി വളരെ നല്ലതാണ്. ആ ജിമ്മിലുള്ള അതിന്റെ ഒരു ഇൻസ്ട്രക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ജിമ്മില് നമ്മൾക്കിത് വിറ്റഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഇത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് 30 മില്ലി വരെ ഇത് ഒരു ദിവസം കഴിക്കാം. ഇതൊരു 30 മില്ലി നമ്മൾ എടുക്കുക, അതിൽ ഇളം ചൂട് വെള്ളം ഒരു 30-60 മില്ലി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക. ഇങ്ങനെയാണ് കമ്പനി ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഒരു 10 മില്ലിയും 15 മില്ലിയും കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. 30 മില്ലി തന്നെ കഴിക്കണമെന്നില്ല, മനസ്സിലായി. ഒരു 15-20 മില്ലി തന്നെ ഒരു അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് തന്നെ സഫീഷ്യന്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കുട്ടികൾക്ക് ഒരു 5 മില്ലിയോ 10 മില്ലിയോ നമ്മൾ കൊടുക്കുക. അത് റെഗുലർ ആയിട്ട് നമ്മൾ കൊടുത്താൽ അവരുടെ വളർച്ചയെ, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും, അത് ബോഡിയുടെ ഗ്രോത്തിനും പല കാര്യങ്ങൾക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഈ പറയുന്ന അൾട്രാബെറിയുടെ ബോട്ടിൽ. ഇങ്ങനെയാണ് ഈ ബോട്ടിൽ ഇരിക്കുന്നത്. 1 ലിറ്ററിന്റെ ബോട്ടിലാണിത്. ഞാൻ 2 വാങ്ങി യൂസ് ചെയ്തതാണ്. എന്റെ സുഹൃത്ത് ഇത് യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫുൾ ടൈം എനർജറ്റിക് ആണെന്നാ പറയുന്നത്. രാവിലെ, അത് പ്രായമുള്ള ഒരു മനുഷ്യനാണ്.
അദ്ദേഹം പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ എനർജി ആയിരിക്കും എന്നാ പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇത് ഇത്രയും തിക്കായിട്ടുള്ള ജ്യൂസ് ഇതുവരെ പുള്ളി കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. പുള്ളി ഒരുപാട് കമ്പനികളുടെ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാം വെറുതെ വെള്ളം പോലെ ഇരിക്കും, പക്ഷെ നമ്മുടെ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇളം ചൂട് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ പ്രൊഡക്റ്റ് ആണ്, കാരണം ഇത് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ മാഗ്നറ്റിക് എനർജി മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, കാരണം ശരീരത്തിന്റെ ആവശ്യത്തിന് പോഷകം കൂടി കിട്ടണം. കാരണം മാഗ്നറ്റിക് പറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചൂന രക്താണുക്കളെ സെപ്പറേറ്റ് ചെയ്യാനും ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറക്കാനും നമ്മുടെ സർക്കുലേഷൻ ഒരു ഒപ്റ്റിമം ലെവലിലാക്കാനും എല്ലാ കോശങ്ങളിലും ഓക്സിജൻ എത്തിക്കാനും എല്ലാ കോശങ്ങളുടെയും ചാർജ് നിലനിർത്താനും ഇത് സഹായകരമാണ്. പക്ഷെ നമ്മൾക്ക് ഈ പറയുന്ന ഓക്സിജൻ മാത്രം സെല്ലിൽ വന്നാൽ പോരാ. നമ്മളെ സംബന്ധിച്ച് അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻ നമുക്ക് കിട്ടണം. മനസ്സിലായില്ലേ? ആ ന്യൂട്രീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് വേണം ഈ ന്യൂട്രീഷൻ കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ന്യൂട്രീഷൻ ഇല്ലെന്നാണെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് എടുത്തേ പറ്റൂ. അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉൽപ്പന്നമാണ് അൾട്രാബെറി എന്ന് പറയുന്ന ഉൽപ്പന്നം. ആ ഉൽപ്പന്നത്തെ കുറിച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കുക. നന്നായിട്ട് കാര്യങ്ങളാണ് അൾട്രാബെറിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് അൾട്രാബെറി. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഓരോ ഫ്രൂട്ടിനെ കുറിച്ചും കിട്ടും. കൂടുതലായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ജെ പീറ്റർ സാർ. സാറ് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് വിശദമായിട്ട് അൾട്രാബെറി ജ്യൂസ് എങ്ങനെ, അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്തൊക്കെ, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നെല്ലാം നമ്മൾക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ക്ലാസ് ആയിരുന്നു. നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യ സംബന്ധമായിട്ട് ശരിക്കും പറഞ്ഞാൽ പോഷക സമൃദ്ധമായ ഭക്ഷണം എല്ലാവരും കഴിക്കണം എന്ന ഒരു ഇതാണ്. പക്ഷെ നമുക്ക് അതിന് സാധിക്കുന്നില്ല ഇന്ന്. അത് എങ്ങനെ നമ്മൾക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ് ആയിട്ട് അൾട്രാബെറി ജ്യൂസ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ, അത് എത്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അവരെ വിശദീകരിച്ച് കൊടുക്കേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം, നമ്മൾ ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ട് സാർ പറഞ്ഞു തന്നു. അതിന് സാറിന് വലിയൊരു നന്ദി പറയാണ് നമ്മളുടെ എല്ലാവരുടെയും പേരിൽ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു. സാറിന് ഒരുപാട് നന്ദി. അതുപോലെ ഈ മീറ്റിംഗ് കൺക്ലൂഡിങ് ചെയ്യുന്നതിനായിട്ട് ഞാൻ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ യൂനുസ് സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം യൂനുസ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് യൂനുസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ്. വളരെ ഭംഗിയായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ബയോട്ടറും ഫാമിലിയായിട്ട് ഒരുമിച്ച് നല്ല രീതിയിൽ പോകുന്നു. ഇന്നിപ്പോ MC എടുത്ത സിന്ധു ടീച്ചർ വളരെ ഭംഗിയായിട്ട് MC കൈകാര്യം ചെയ്തു. ഒരു ടീച്ചർ മേഖലയിൽ നിന്നും വളരെ ആശയമായിട്ടാണ് ഒരു ബിസിനസ് മേഖലയിലേക്ക് കുറച്ച് നാളുകളായിട്ട് കടന്നു വന്നത്. നല്ല അച്ചീവ്മെന്റ് എടുത്ത ഒരു ലേഡിയാണ് ബയോട്ടത്തിലൂടെ. നല്ലൊരു കോൺഫിഡൻസ് കൈകാര്യം ചെയ്തുകൊണ്ട്, കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലേഡിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഒരു തടസ്സവും പറയാതെ ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു ധീര വനിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതോടൊപ്പം പീറ്റർ സാർ വളരെ ഭംഗിയായ രീതിയിൽ അൾട്രാബെറി എന്താണെന്ന് കീറി മുറിച്ച് അതിന്റെ 23 ഇൻഗ്രീഡിയൻസ്, അത് എന്തിനൊക്കെ, അത് എപ്പോഴൊക്കെ ഉപയോഗിക്കണം, ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, ഉപയോഗിച്ചാൽ വന്ന ഗുണങ്ങളെ എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിച്ചു. എന്നെ സംബന്ധിച്ച് പുതിയ കുറെ അറിവുകളാണ് അതിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, തർക്കമില്ല. കാരണം നമ്മളെല്ലാവരും മാഗ്നറ്റിക് തെറാപ്പി എന്നൊരു പ്രൊഡക്റ്റിനെ മാത്രമാണ് ബയോട്ടോർത്തിലൂടെ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇനി ഒരു വെൽനസ് മേഖലയിൽ കുറെ പ്ലാന്റ് വെൽനസ് കൂടി നമ്മളിലോട്ട് വന്നിരിക്കുന്നു. അതിനെ കുറിച്ച് എല്ലാവരും പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഡയറക്ഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു തർക്കവും ഒരു സംശയവും ഒരു ശക്കും നമ്മുടെ മനസ്സിൽ വേണ്ട. കാരണം നമ്മൾ കണ്ടതാണ് ഇവിടെ ഓരോരുത്തരുടെ അച്ചീവ്മെന്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഉള്ളൊരു പോരായ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആകാശം മുട്ടെ പറക്കുന്ന പരുന്തിന്റെ മൈൻഡ് നമുക്ക് ഉണ്ട്, പറക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്.
ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നും കോഴിക്കോടിന്റെ ചുറ്റിനുള്ള ജീവിതം നമ്മൾ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് കോഴിക്കുഞ്ഞുങ്ങളെ കണ്ട് കോഴിക്കോടിന്റെ കൂടെ നിന്ന് കോഴികളെ കണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ വിട്ടുമാറാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഉയർന്നു പറക്കാൻ സാധിക്കാത്തത്. ഒരു ഉയർന്ന ചിന്താഗതിയോട് കൂടി ഇന്നിപ്പോ നമ്മളിലോട്ട് ധാരാളം പ്രൊഡക്റ്റുകൾ വന്നിരിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറായി നമ്മളെല്ലാവരും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. നമ്മളൊരു ഏതൊരു പ്രൊഡക്റ്റിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഒരു സെന്റർ എടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു ഐഡിയ എടുത്തുകൊണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ഓർഡറായി മാറാൻ സാധിക്കുന്ന ഒരു അവസരമാണ് നമുക്കുള്ളത്. ഏതാണ്ട് 4000 പ്രൊഡക്റ്റുകളാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്ത് പഠിച്ച് ജനങ്ങളോട്ട് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരുന്തിനൊപ്പം പറക്കാനുള്ള മൈൻഡ് നമുക്കുണ്ട് എങ്കിലും കോഴികളിലോട്ട് നോക്കി നമ്മുടെ ജീവിതം തുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതെ ഏറ്റവും നല്ല രീതിയിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത് ഒരു വലിയൊരു കടലാണ്. കാരണം ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ആൾ തന്നെ ഒരു കടലാണ്. സാഗർ എന്ന് പറഞ്ഞ ഒരു കടലാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. എറണാകുളത്ത് വന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, 101% ഗ്യാരണ്ടി പറയാം, 101% ലീഗൽ വശവും 1001% എത്തിക്സോട് കൂടി പറക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. സാഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. വരും നാളുകളിൽ ഈ ഒരു കടലിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഏറ്റവും അടുത്ത് കാണാൻ പറ്റും. കാരണം ഈ സാഗറിലേക്ക്, കാരണം ഇന്നിപ്പോ ഒരുപാട് കമ്പനികൾ, നമുക്ക് വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ ആദ്യം ഉണ്ടായിരുന്നത്, ഇന്നെല്ലാം നമുക്ക് അഭിമാനിക്കുന്ന ഓരോ നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് MD പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക, ആ കമ്പനിയെ കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് ആ കമ്പനി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക. ആ കമ്പനിയെയും വേണമെങ്കിൽ ആ പ്രൊഡക്റ്റിനെയും നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്ന നെഞ്ചുറപ്പുള്ള, ആർജവമുള്ള, തന്റേടമുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു MD ആണ് നമ്മുടെ മുന്നിൽ നമ്മളെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ആ MD പറയുന്ന വാക്കുകൾ, ഇന്നിപ്പോ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ വർഷങ്ങള് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും അതിന്റെ റിസൾട്ട് എടുത്തുകൊണ്ടാണ് MD അതിനെ പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ ഏതൊരു കമ്പനിയിലും കമ്പനി പലരും പറഞ്ഞ് എന്റെ പ്രൊഡക്റ്റ് വിൽക്ക്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന് പറഞ്ഞ് MDയിലോട്ട് വരുന്ന സാഹചര്യത്തിൽ MD അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ തന്നെ, ആ കമ്പനിയെ തന്നെ പർച്ചേസ് ചെയ്ത് നമുക്ക് തന്നിട്ട് നമ്മളിലൂടെ മാത്രം ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ലേബലിൽ മാത്രം ഓരോ പ്രൊഡക്റ്റുകളും കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ബയോട്ടോറിയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ബയോട്ടോറിയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അതിയായി സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരമാലകള് നിന്നിട്ട് നമുക്ക് കപ്പലിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. പക്ഷേ അതിന്റെ എല്ലാം ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ ഉയരണം എന്ന, വിജയിക്കണം എന്ന അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, വാക്കുകൾക്ക് വാല്യൂ കൽപ്പിച്ചുകൊണ്ട്, കൂടെ നിൽക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അവർക്ക് വേണ്ട അച്ചീവ്മെന്റിന് വേണ്ട എല്ലാ സാഹചര്യം ഒരുക്കിക്കൊണ്ട്, അവരെ കൂടെ നിർത്തിക്കൊണ്ട്, എല്ലാവരെയും മാനുഷികമായും സ്നേഹിച്ച് കൂടെ നിർത്തി എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരത്തെ നെഞ്ചിലേറ്റി നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിന്റെ ഓരോ അത്താണികളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ വരുന്നവരെ മനസ്സിലാക്കിക്കുകയും അവരെ കൂടെ നിർത്തി നമുക്കും അവർക്കും വിജയിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഏറ്റവും നല്ലൊരു ബയോട്ടോറിയം ഫാമിലിയായി വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു.